തിരുവനന്തപുരത്ത് ഇടത് മന്ത്രിമാരുടെയും കോർപ്പറേഷൻ മേയറുടെയും ബൂത്തുകളിൽ ബി.ജെ.പി. ഒന്നാമതാണ്. മുൻ മന്ത്രിമാരുടെ ബൂത്തുകളിലും എൽ.ഡി.എഫ്. മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എൽ.ഡി.എഫിനും എൻ.ഡി.എക്കും ഓരോ സീറ്റുകൾ വീതം നേടി ബലാബലം അങ്ങനെ തുല്യതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ എൽ.ഡി.എഫിന്റെ ലഭിച്ച തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ള പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? ലക്ഷ്മി, ശക്തമായൊരു മത്സരമാണ് സംസ്ഥാനത്തുടനീളം ബി.ജെ.പി. കാഴ്ചവെച്ചത്. ഒരുപക്ഷെ തൃശ്ശൂർ മാത്രമാണ് വിജയിച്ചതെങ്കിൽ പോലും മറ്റ് പല മണ്ഡലങ്ങളിലും വിജയസാധ്യത ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരമായാലും ആറ്റിങ്ങലായാലും അതുപോലെ തന്നെ മറ്റ് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പി. വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതായത് വലിയ രീതിയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനത്തിൽ അടക്കം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതായത് CPM തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ CPM-ന്റെ പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങളിലെല്ലാം അല്ലെങ്കിൽ സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തുകളിലെല്ലാം അല്ലെങ്കിൽ വാർഡുകളിലേക്ക് വരുവാണെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ബി.ജെ.പി. കാഴ്ചവെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എടുത്തു പറയാനുള്ളത്. മാത്രമല്ല, അതും മന്ത്രിമാർ CPM-ന്റെയും CPI-യുടെയൊക്കെ മന്ത്രിമാരടക്കമുള്ളവർ ഉള്ളവരുടെ മണ്ഡലങ്ങളിൽ പോലും വാർഡുകളിൽ പോലും ഇത്തരത്തിൽ വലിയ മുന്നേറ്റം ബി.ജെ.പിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് നേമം MLA ആയ വി ശിവൻകുട്ടിയുടെ പെരുന്താന്നി ബൂത്തിൽ മാത്രം ബി.ജെ.പി. 335 അധികം വോട്ടുകൾ പിടിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ LDF വെറും 87 വോട്ട് മാത്രമാണ് LDF-ന് ലഭിച്ചത്. അതുപോലെ തന്നെ 233 വോട്ട് മാത്രമാണ് UDF-ന് ലഭിച്ചത്. നെടുമങ്ങാടേക്ക് വരികയാണെങ്കിൽ അവിടെ GR അനിൽ, ഭക്ഷ്യമന്ത്രിയായ GR അനിലാണ് അവിടുത്തെ ആ മണ്ഡലത്തിലത്. അവിടെ GR അനിലിന്റെ ബൂത്തിൽ 522 വോട്ടാണ് ബി.ജെ.പി. കരസ്ഥമാക്കിയത്. ആ മണ്ഡലങ്ങളിലും ബി.ജെ.പി.ആണ്, ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പി.ആണ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അവിടെ LDF-ന് കേവലം 161 വോട്ട് മാത്രമാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ UDF ആകട്ടെ 174 വോട്ടും കരസ്ഥമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്ത്, ആ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിലേക്ക് 770 വോട്ടുകളാണ് ബി.ജെ.പി. കരസ്ഥമാക്കുന്നത്. അങ്ങനെ റെക്കോർഡ് നേട്ടം ഈ പറയുന്ന വിവിധ മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്ത് അടക്കം വിവിധ മണ്ഡലങ്ങളിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കുവാൻ ഈ ബി.ജെ.പിക്ക് കഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രിയും അതുപോലെ MLA-യുമായ കടകംപള്ളി സുരേന്ദ്രന്റെ കരിക്കകം വാർഡിൽ 346 വോട്ട് ബി.ജെ.പി. കരസ്ഥമാക്കി. ഇത്തരത്തിലാണ് ഈ വോട്ടിന്റെ ഒരു നില പറയുന്നത്. അതായത് വലിയ മുന്നേറ്റം ഈ പ്രദേശങ്ങളിലെല്ലാം, അതായത് തിരുവനന്തപുരത്തെ എല്ലാ മേഖലകളിലും CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം ഇവരുടെ എല്ലാം ബൂത്തുകളിലടക്കം ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. വലിയ മുന്നേറ്റം ബി.ജെ.പി. കാഴ്ചവെക്കുകയും ചെയ്തു. അതാണ് ഈ CPM-നെ കനത്ത പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംസ്ഥാനത്തുടനീളം ഈ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് വികസനത്തോടൊപ്പം നിൽക്കണമെന്നും അത് നരേന്ദ്രമോദിയുടെ വികസനത്തിനോടൊപ്പം നിൽക്കണമെന്നൊരു ആഗ്രഹവുമൊക്കെ ഇതെല്ലാമാണ് ഇത്തരത്തിൽ വോട്ടിലേക്ക് ഒരു ഉയർന്ന നിലയിലേക്ക് ബി.ജെ.പിയെ കൊണ്ട് എത്തിച്ചതെന്നാണ് എടുത്തു പറയേണ്ടത്. ലക്ഷ്മി.